ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വളരെ വിശേഷപ്പെട്ട ചതുർത്ഥിയാണ് വരാൻ പോകുന്നത്. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് 2026 ജൂൺ മാസം 3-ാം തീയതി രാത്രി 9:21 മുതൽ 4-ാം തീയതി രാത്രി 11:30 വരെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സങ്കടമോചന ചതുർത്ഥി അല്ലെങ്കിൽ സംകഷ്ടി ചതുർത്ഥി ആയി നമ്മൾ ആചരിക്കുന്നത് 2026 ജൂൺ മാസം 4-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഈ സംകഷ്ടി ചതുർത്ഥിക്ക് വിഭുവന സംകഷ്ടി ചതുർത്ഥി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സംകഷ്ടി ചതുർത്ഥിക്ക് ഇത്രയും പ്രാധാന്യം വന്നത്? ഈ സംകഷ്ടി ചതുർത്ഥി, അതായത് വിഭുവന സംകഷ്ടി ചതുർത്ഥി 2.5 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഈ മാസം അധിക മാസമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് കഴിഞ്ഞ ഏകാദശി വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ആ അധിക മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ചതുർത്ഥിയാണ്. 2.5 വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധിക മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ സംകഷ്ടി ചതുർത്ഥി വളരെ വിശേഷപ്പെട്ടതാണ്. വിഭുവന രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് വിഭുവനൻ എന്ന വാക്കിൻ്റെ അർത്ഥം? എല്ലാ ലോകങ്ങളിലും വസിക്കുന്നവൻ എന്ന ഒരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ 3 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ എന്ന മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് എല്ലാ ലോകങ്ങളിലും വസിക്കുന്ന ഗണപതി, എല്ലാ ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന, എല്ലാ ലോകങ്ങളിലും പ്രകാശം പരത്തുന്ന ഗണപതി എന്ന നിലയിൽ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപത്തെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 2.5 വർഷം കൂടുമ്പോഴാണ് ഈ രൂപത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്? സാധാരണ ഭക്തജനങ്ങൾ സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെ ഉപവസിക്കും. ഇനി ഉപവാസം പറ്റാത്ത ആളുകൾ ജലം കുടിച്ചിരിക്കും, പാലും പഴങ്ങളും കഴിച്ചിരിക്കും, പാല് മാത്രം കുടിച്ചിരിക്കും, പഴങ്ങൾ മാത്രം ഭക്ഷിച്ചിരിക്കും. അതായത് ഒരു തരത്തിലുള്ള ധാന്യങ്ങളും കഴിക്കാതെ ഇരിക്കും. അരി, ഗോതമ്പ്, റാഗി, തിന ഇങ്ങനെയുള്ള നമ്മൾ ഏകാദശി എടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ ഏകാദശി എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. പക്ഷേ തുളസി തീർത്ഥം ഒരു കാരണവശാലും നമ്മൾ സേവിക്കുവാൻ പാടുള്ളതല്ല. കാരണം തുളസി ഇലകൾ വിഘ്നേശ്വരന് സമർപ്പിക്കാറില്ല. സാധാരണ ഏകാദശിക്ക് നമ്മൾ തുളസി തീർത്ഥം സേവിച്ചിരിക്കാറുണ്ട്. ഈ ചതുർത്ഥിക്ക് ഒരു കാരണവശാലും ആ നിലയിൽ തുളസി തീർത്ഥം സേവിക്കാൻ പാടില്ല. സാധാരണ ജലം കുടിച്ച് ഇരിക്കാവുന്നതാണ്. അന്നേ ദിവസം ഭഗവാന് നമ്മൾ തേങ്ങ കൊണ്ടുള്ള പലഹാരങ്ങളാണ് സമർപ്പിക്കേണ്ടത്. തേങ്ങ കൊണ്ട് ലഡ്ഡു ഉണ്ടാക്കാം, തേങ്ങ കൊണ്ട് ഹൽവ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് എന്തു തരത്തിലുള്ള പലഹാരമാണോ ഭഗവാന് തേങ്ങ കൊണ്ട് സമർപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഇനി അതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഒരു തേങ്ങ 2ആയി മുറിച്ച് ആ തേങ്ങ ഭഗവാന് സമർപ്പിക്കാം. അതല്ലെങ്കിൽ തേങ്ങ അടിക്കാം. നമ്മൾ നാളികേരം അടിക്കാറുണ്ടല്ലോ ഭഗവാന്. ആ നിലയിലൊക്കെ തന്നെ ചെയ്യാം. എന്തു തന്നെയായാലും നിങ്ങൾ സമർപ്പിച്ചാലും ഭഗവാന് സമർപ്പിച്ചാലും അതിൽ തേങ്ങ ഉണ്ടായിരിക്കണം. അക്കാര്യം പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അന്നേ ദിവസം ചന്ദ്രൻ ഉദിക്കുന്നത് രാത്രി 10:05 ആകുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ 10:05 വരെ നമ്മൾ നമ്മുടെ വ്രതത്തിലിരിക്കണം. കേരളത്തിലെ സമയമാണ് രാത്രി 10:05 എന്ന് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് താമസിച്ചാലും ആകാശത്ത് ചന്ദ്രനെ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ചന്ദ്രഭഗവാനെ ദർശിച്ചതിന് ശേഷം, ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം വിനായകനെ പ്രാർത്ഥിക്കണം, വിഘ്നേശ്വരന് വഴിപാടുകൾ സമർപ്പിക്കണം. വിഭുവന ഗണപതിയെ നമ, ഓം വിഭുവന ഗണപതിയെ നമ എന്ന് ജപിക്കാം. ഓം
വിഭുവന ഗണപതിയെ നമ എന്ന് 108 തവണ ജപിക്കാം. നമുക്കറിയാവുന്ന ഗണേശനാമങ്ങളൊക്കെ ജപിക്കാം. അങ്ങനെ ജപിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു വ്രതം അവസാനിപ്പിക്കാം. തീർത്ഥം സേവിച്ച് നമ്മൾ എന്ത് പ്രസാദമാണോ ഭഗവാനെ സമർപ്പിച്ചത് അതിനകത്തുനിന്നും കുറച്ച് പ്രസാദം നമ്മൾ കഴിച്ച് ഭഗവാനെ നമസ്കരിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു വ്രതം അവസാനിപ്പിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അന്നേ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്? അതായത് ഈ 2.5 വർഷം കൂടുമ്പോൾ വരുന്ന ചതുർത്ഥി ആയതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലസിദ്ധിയാണ്. പെട്ടെന്ന് തടസ്സങ്ങളെല്ലാം മാറി നമ്മുടെ ആഗ്രഹം സാധിക്കും, കഷ്ടപ്പാടുകൾ മാറും. ചൊവ്വ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ജാതകത്തിൽ ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്തു ദുരിതങ്ങളുണ്ടെങ്കിലും, കേതു എന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്തു ദുരിതങ്ങളുണ്ടെങ്കിലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക, ശമനമുണ്ടാകും. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. തൊഴിൽ തടസ്സങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും മാറുകയും വിവാഹം നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വിവാഹം നടക്കുവാനും, സന്താനങ്ങൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് സന്താനങ്ങൾ ഉണ്ടാകാനും, കടങ്ങൾ തീരാൻ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ധനം വന്നു ചേരാനുള്ള മാർഗങ്ങൾ തെളിയുന്നതിനുമൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് അന്നേ ദിവസം. ഓം വിഭുവന ഗണപതിയെ നമ എന്ന് 108 1008 തവണയോ ഒക്കെ ജപിച്ച് പ്രാർത്ഥിക്കുന്നത്. അന്നേ ദിവസം ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാന് കറുക സമർപ്പിക്കുന്നതും ഭഗവാന് തേങ്ങ കൊണ്ടുള്ള പലഹാരങ്ങൾ സമർപ്പിക്കുന്നതും തേങ്ങ അടിക്കുന്നതുമൊക്കെ തന്നെ അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഇനി മഴക്കാലമാണ് ഇല്ലേ, മഴയുണ്ട് മിക്ക ദിവസങ്ങളിലും. നമ്മൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് ചന്ദ്രനെ കാണുന്നില്ല. 10 മണി 5 മിനിറ്റ് കഴിഞ്ഞു, 10 10 10:30 കാണുന്നില്ല. മഴക്കാറാണ്. എന്തു ചെയ്യും? നമ്മൾ മഹേശ്വരൻ്റെ ശിവഭഗവാന്റെ തിരുമുടിക്കെട്ടിൽ ഒരു ചന്ദ്രക്കലയുണ്ട്. ഭഗവാന്റെ തിരുമുടിക്കെട്ടിലുള്ള ആ ചന്ദ്രക്കലയെ ദർശിച്ചതിനു ശേഷം പ്രാർത്ഥിച്ച്, ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ച്, വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈ ചതുർത്ഥി ദിവസത്തിൽ ചന്ദ്രഭഗവാനെ കാണാൻ പാടുണ്ടോ എന്ന ഒരു സംശയമുണ്ടാകും. നമുക്കറിയാം, ഒരു മാസത്തിൽ 2 ചതുർത്ഥികൾ വരും. കൃഷ്ണപക്ഷ ചതുർത്ഥിയും ശുക്ലപക്ഷ ചതുർത്ഥിയും. ഈ കൃഷ്ണപക്ഷ ചതുർത്ഥിയാണ് സംകഷ്ടി ചതുർത്ഥി എന്നറിയപ്പെടുന്നത്. ശുക്ലപക്ഷ ചതുർത്ഥി വിനായക ചതുർത്ഥി എന്നാണ് അറിയപ്പെടുന്നത്. വിനായക ചതുർത്ഥിക്കാണ് നമ്മൾ ചന്ദ്രഭഗവാനെ കാണാൻ പാടില്ലാത്തത്. ഒരു വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രഭഗവാനെ കണ്ടതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് കള്ളൻ എന്ന ഒരു പേര് ലഭിച്ചത്. എങ്ങനെയാണ് കള്ളൻ എന്ന പേര് ലഭിച്ചത്? നമ്മൾ കഴിഞ്ഞ ദിവസം ആ കഥ പറഞ്ഞു. നമ്മളിപ്പോൾ ഭാഗവതത്തിൽ ഭഗവാന്റെ തിരു അവതാരം മുതലുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നലെ നമ്മൾ സത്യഭാമ വിവാഹവും ജാമ്പവതി വിവാഹവുമാണ് പറഞ്ഞത് അല്ലേ. ഭഗവാൻ ജാമ്പവതിയെയും സത്യഭാമയെയും വിവാഹം കഴിക്കുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. ഭഗവാനെ കള്ളൻ എന്ന് വിളിച്ചു. ആര്? സത്രാജിത്ത്. സത്രാജിത്ത് തൻ്റെ കൈവശമുണ്ടായിരുന്ന മണി കൃഷ്ണൻ മോട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കള്ളൻ എന്ന് വിളിച്ചു. അങ്ങനെ ഒരു നാണക്കേട് ഭഗവാനുണ്ടായി. ആ നാണക്കേടിന് കാരണം നാരദമുനി പറയുന്നുണ്ട്, ഭഗവാൻ ഈ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടതാണ് എന്ന്. അങ്ങനെ അറിയാതെ ചന്ദ്രനെ കണ്ടാൽ ആ ദോഷം മാറുന്നതിനായിട്ട് ഒരു നാമം ഒക്കെ പറയുന്നുണ്ട്. ഭഗവാൻ പ്രസേനനെ അന്വേഷിച്ച് കാട്ടിൽ പോയതും പിന്നീട് നടന്ന സംഭവ വികാസങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അങ്ങനെ ആ നാണക്കേട് ഒഴിവായി എന്ന് പറയുന്നുണ്ട്. ആ നാമം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഇത്തവണ നമ്മൾ ചന്ദ്രനെ കാണണം. അടുത്ത ചതുർത്ഥി, അതായത് ശുക്ലപക്ഷ ചതുർത്ഥി വരുന്ന സമയത്ത് അറിയാതെ ചന്ദ്രനെ കണ്ടാൽ ഏതു നാമമാണ് ജപിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഇവിടെ നമ്മൾ ഈ കൃഷ്ണപക്ഷ ചതുർത്ഥിക്ക് ചന്ദ്രഭഗവാനെ നിർബന്ധമായും കാണണം. ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാൻ. അങ്ങനെ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മുടെ ആ ഒരു വ്രതം, ചതുർത്ഥി വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഭഗവാൻ അന്നേ ദിവസം തേങ്ങ കൊണ്ടുള്ള പ്രസാദമാണ് സമർപ്പിക്കേണ്ടത്. പ്രാർത്ഥിക്കേണ്ടുന്ന രൂപം വിഭുവന ഗണപതി. ആ രൂപത്തിൽ വേണം, ആ പേരിൽ വേണം ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 2.5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ചതുർത്ഥിയാണ്. അതുകൊണ്ട് വ്രതമെടുത്താലും ഇല്ലെങ്കിലും അന്നേ ദിവസം ഓം വിഭുവന ഗണപതിയെ നമ എന്ന് ജപിച്ചുകൊള്ളുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ പെട്ടെന്ന് തന്നെ നടത്തിത്തരും. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.